Hello everyone, welcome to Geek Gap with me. I am Anupama and let's talk about sunscreens today. അപ്പോൾ സമ്മേഴ്സ് അടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്തിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ സൺസ്ക്രീൻസ് ഉപയോഗിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ വീണ്ടും പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഏതാണ് ബെസ്റ്റ് സൺസ്ക്രീൻസ് എന്ന് എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ, ഞാൻ ഇത്രയും നാളും സൺസ്ക്രീൻസ് ഉപയോഗിച്ചതിൻ്റെ പെർസ്പെക്റ്റീവിൽ എൻ്റെ ഇഷ്ടപ്പെട്ട സൺസ്ക്രീൻസ് 4 on the order of not just formulation but also texture and also affordability എല്ലാം ഞാൻ പറയാൻ പോവാണ്. ബേസിക്കലി ഞാൻ നോക്കുന്ന ഫോർമുലേഷനാണ്. എനിക്ക് ഫോർമുലേഷനാണ് ബാക്കി എന്തിനെക്കാട്ടിലും കുറച്ചുകൂടി എന്താ പറയുക റീസണബിളായിട്ട് തോന്നിച്ചിട്ടുള്ളത് സൺസ്ക്രീൻസിനെ റേറ്റ് ചെയ്യുമ്പോൾ. കാരണം എന്താണെന്ന് വെച്ചാൽ സൺസ്ക്രീൻസ് പൊതുവേ എല്ലാ ദിവസവും നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഒരു സാധനമാണ്. അപ്പോൾ അത്രയും ബോഡിയായിട്ട് ടച്ചുള്ള ഒരു സാധനത്തിൻ്റെ ഫോർമുലേഷൻ നമ്മൾ ശ്രദ്ധിച്ചില്ല, നമ്മൾ കുറച്ചുകൂടി കെമിക്കൽ ബേസ്ഡ് ആണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഹോർമോൺസിനെ ഡിസ്ട്രപ്റ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോറി, ദാറ്റ് വാസ് മൈ ഡോഗ്. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന സൺസ്ക്രീൻസ്, ബോഡിയുടെ അത്രയും ടച്ചുള്ള സൺസ്ക്രീൻസിൻ്റെ ഫോർമുലേഷൻ നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഹോർമോൺ ഡിസ്ട്രപ്ഷൻസിന് കാരണമാവുന്ന കുറേ കെമിക്കൽസ് നമ്മുടെ സൺസ്ക്രീൻസിലുണ്ട്. അത് ബേസിക്കലി ബെൻസോൺസിൻ്റെ രൂപത്തിലും മെത്തിക്കോൺസിൻ്റെ രൂപത്തിലാണ് വരുന്നത്. അതിൽ ഡൈമെത്തിക്കോൺ ഉണ്ട്, ക്യാപ്രൈൽ മെത്തിക്കോൺസ് ഉണ്ട്, പിന്നെ ഓക്സി ബെൻസോൺസ് ഉണ്ട്, പിന്നെ ബെൻസോണിൻ്റെ തന്നെ പല വെറൈറ്റീസ് ഉണ്ട്. ബെൻസോൺസ് തന്നെ പല ഡിഫറെൻറ്റ് പേരിൽ, അതിൻ്റെ കെമിക്കൽ ഫോർമുലേഷൻ പേരിൽ ഇടുമ്പോൾ പലർക്കും അത് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ വരെ മിമിക് ചെയ്ത് സൺസ്ക്രീൻസിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഉപയോഗിച്ച 4 സൺസ്ക്രീൻസ് 2025 തൊട്ട് ഇതുവരെ, അതിന് മുമ്പ് ഞാൻ ഉപയോഗിക്കുമായിരുന്നു. ഒരുപാട് ട്രയൽ ആൻഡ് എററിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 2025 എൻ്റെ ഫസ്റ്റ് സൺസ്ക്രീൻ, എനിക്ക് ഇഷ്ടപ്പെട്ട സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ വിൽവയാണ്. വിൽവ ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. വിൽവയിൽ ഹാർഷ് കെമിക്കൽസ് ഒന്നും ഇല്ലായിരുന്നു. കൂടുതലും ടൈറ്റാനിയം ഓക്സൈഡും സിങ്ക് ഓക്സൈഡും അങ്ങനെയുള്ള കുറച്ചൊക്കെ ബേസിക് എന്താ പറയുക ഓക്സൈഡ്സ് ആണ് അതിൽ ഉണ്ടായിരുന്നത്. അതൊന്നും നമ്മുടെ സ്കിന്നിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതല്ല. സിങ്ക് ഓക്സൈഡ് ഈസ് വെരി good for your skin and it will actually make a barrier on your skin and it will protect against the sun rays, UV rays എന്നൊക്കെ UV rays നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടും. പക്ഷേ അതൊരു ബ്രോഡ് സ്പെക്ട്രം ആണോ എന്ന് വെച്ചാൽ അവർ പറയുന്ന ബ്രോഡ് സ്പെക്ട്രം ആണെന്നാണ്. ബട്ട് അതൊരു വലിയൊരു ബ്രോഡ് സ്പെക്ട്രം ആണെന്ന് എനിക്ക് തോന്നിച്ചിട്ടില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് വെരി എഫക്റ്റീവ് ഇഫ് യു ആർ ഇൻഡോർസിലൊക്കെ നിൽക്കുന്ന സമയത്ത് വിൽവയുടെ സൺസ്ക്രീൻ ഭയങ്കര എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫോർമുലേഷൻ വളരെ അതിൻ്റെ ടെക്സ്ചർ വളരെ മിൽക്കി ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് മോയ്സ്ചറൈസേഴ്സ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇപ്പോൾ എൻ്റെ കയ്യിൽ വിൽവയുടെ സൺസ്ക്രീൻ ഇല്ല, അല്ലെങ്കിൽ ഞാനത് കാണിച്ചു തരായിരുന്നു. ബട്ട് ഇറ്റ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് സൺസ്ക്രീൻസ് ഫ്രം 2025 ആൻഡ് ദ നെക്സ്റ്റ് ബെസ്റ്റ് സൺസ്ക്രീൻ ദാറ്റ് ഐ ഹാവ് റൈറ്റ് നൗ ഈസ് അമീനുവിൻ്റെ മിനറൽ ഡ്രോപ്സ്. ഐ വിൽ ഷോ യു വിച്ച് വൺ ഇറ്റ് ഈസ്. അപ്പോൾ ഇതാണ് അമിനുവിൻ്റെ മിനറൽ ഡ്രോപ്സ്. ഇതിലും ടൈറ്റാനിയം ഓക്സൈഡും സിങ്ക് ഓക്സൈഡും ആണുള്ളത്. എഗെയിൻ വെരി മിൽക്കി ടെക്സ്ചർ. I will show you. See, ഭയങ്കര മിൽക്കി ടെക്സ്ചറാണ് ഇതിൻ്റെ. സി എത്ര അമേസിംഗ് ആയിട്ട് അത് ബ്ലെൻഡായി പോകുന്നു. ഒരു വൈറ്റ് കാസ്റ്റിലോ ഒന്നുമില്ല. ആൻഡ് മിനറൽ സൺസ്ക്രീൻ ആയതുകൊണ്ട് ഈവൻ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് വരെ വളരെ സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സൺസ്ക്രീനാണിത്. Again, worth the money, worth each and every penny that I have spent on this sunscreen. 640 rupees ആണ് ഇതിന്. ഇത് SPF 50 ആണ്, PA+++, 4+, ബ്രോഡ് സ്പെക്ട്രം. അമേസിങ് ഫോർമുലേഷൻ. മിനറൽ സൺസ്ക്രീൻസിൽ എൻ്റെ ഫേവറേറ്റ് ആണ് ഇപ്പോൾ ഇത്. കാരണം മിനറൽ സൺസ്ക്രീൻസ് ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. സൺസ്ക്രീൻസ് ബൈ ദ വേ 2 ടൈപ്പ് ഉണ്ട്, മിനറൽ ആൻഡ് കെമിക്കൽ സൺസ്ക്രീൻസ്. ഇത് മിനറൽ സൺസ്ക്രീനാണ്. വിൽവയും ഒരു മിനറൽ സൺസ്ക്രീനാണ്. സോ ദീസ് ആർ മൈ ഫേവറേറ്റ് 2 സൺസ്ക്രീൻസ് റൈറ്റ് നൗ. പിന്നെ 3ാമത്തെ സൺസ്ക്രീൻ എൻ്റെ ഡോക്ടർ സജസ്റ്റ് ചെയ്തതാണ് UVDOXൻ്റെ സിലിക്കോൺ സൺസ്ക്രീൻ ജെൽ. ഇത് മിനറൽ സൺസ്ക്രീൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇതിൽ മെത്തിക്കോൺ ഉണ്ട്, ക്യാപ്രൽ മെത്തിക്കോൺ ഉണ്ട്. ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്ന ഒരു മാറ്റ് ഫിനിഷ് വരുന്നതാണ്. ഒരു മാറ്റ് ഫിനിഷാണ് ഇതിൻ്റെ ടെക്സ്ചർ. വൈറ്റ് കാസ്റ്റ് ഒന്നുമില്ല. പക്ഷേ ഇത് കെമിക്കലി ബെസ്റ്റാണ്. എനിക്ക് സ്കിൻ ഇറിറ്റേഷൻസ് ഉണ്ട്, സ്കിൻ അലർജി ഉണ്ട് സൺലൈറ്റിൻ്റെ. അതിനൊക്കെ ഇത് വളരെ എഫക്റ്റീവാണ്. അപ്പോൾ ഇത് ഞാൻ പുറത്ത് പോകുന്ന സമയത്ത് ഒരുപാട് ഹാർഷ് ആയിട്ടുള്ള സൺലൈറ്റ് എനിക്ക് അടിക്കാമെന്ന് ഉറപ്പുള്ള സമയത്ത് ഞാൻ UVDOX ആണ് ഉപയോഗിക്കുന്നത്. UVDOX ഞാനൊരു 3-4 വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ബട്ട് ഇതെന്ന് പറയുന്ന ഒരു
മിനറൽ സൺസ്ക്രീൻ അല്ല, ഇതൊരു കെമിക്കൽ സൺസ്ക്രീൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഞാൻ പുറത്ത് പോകുന്ന സമയത്ത് മാത്രമേ ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നുള്ളൂ. വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഇത് അധികം ഉപയോഗിക്കില്ല. ബട്ട് എഗെയിൻ ദിസ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് ലൈക്ക് ഫോർമുലേഷൻ. ഇതിൽ ബെൻസോൺസ് ഇല്ല ഇതിൽ. No, benzoate ഉണ്ട്, no benzones. So it is far better than the other chemical sunscreens that's available on the market. പിന്നെ ഫോർത്ത് എന്ന് പറയുന്നത് റിക്വലിൻ്റെ ഓക്സിബെൻസോൺ ആൻഡ് OMC ഫ്രീ സൺസ്ക്രീൻ ആണ്. ഇതിൽ ഓക്സിബെൻസോൺസ് ഇല്ല, പക്ഷേ ഇതിൽ ഡൈമെത്തിക്കോണും ഉണ്ട്, കാപ്രൽ മെത്തിക്കോണും ഉണ്ട്. അപ്പോൾ ഇത് എൻറ്റയർലി എൻ്റെ ഒരു ഫേവറേറ്റ് അല്ല, ബട്ട് ഓഫ് ഓൾ ദ കെമിക്കൽ സൺസ്ക്രീൻസ് ആൻഡ് വിച്ച് ഈസ് ലൈക്ക് അഫോർഡബിൾ, ഇത് കുറച്ചുകൂടി അഫോർഡബിൾ ആണ്. എനിക്ക് തോന്നുന്നത് ഇത് 50 PA+++ ആണ്, 3+ ഉള്ളൂ. ഐ ഡോണ്ട് റിമെമ്പർ. 50 ഗ്രാംസിന് എനിക്ക് തോന്നുന്നത് 300 സംതിങ് എത്രയോ ഇതിൻ്റെ റേറ്റ് ഉള്ളൂ, 300-400 സംതിങ് ആണ്. സോ ദിസ് ഈസ് വൺ ഓഫ് ദ അഫോർഡബിൾ കെമിക്കൽ സൺസ്ക്രീൻസ്. ദിസ് ഈസ് നോട്ട് വെരി അഫോർഡബിൾ, ഇറ്റ് ഈസ് കോസ്റ്റ്ലി. ഇറ്റ് ഈസ് ഐ തിങ്ക് ഫോർ 50 grams ഇറ്റ് ഈസ് അറൌണ്ട് 600 or 700 rupees if I am not wrong. Yeah, but it is really very effective. അപ്പോൾ ഇതാണ് എൻ്റെ ഫേവറേറ്റ് ആൻഡ് എനിക്ക് എഫക്റ്റീവായിട്ട് തോന്നിച്ചിട്ടുള്ള 4 സൺസ്ക്രീൻസ്. ഈ 4 സൺസ്ക്രീൻസിൽ ഏതെങ്കിലും ഒന്ന് പിക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ അമിനോയുടെ മിനറൽ ഡ്രോപ്സ് പിക്ക് ചെയ്യും, പിന്നെ വിൽവ സെക്കൻഡ് പിക്ക് ചെയ്യും, പിന്നെ തേർഡ് പറയുന്ന യുവിഡോക്സ് ആയിരിക്കും. യുവിഡോക്സ് പുറത്ത് പോകുമ്പോഴും അമിനോയും വിൽവയും വീട്ടിനകത്ത് അല്ലെങ്കിൽ ഇൻഡോർസ് ആയിരിക്കുന്ന സമയത്തും ഇത് 3 ആയിരിക്കും എൻ്റെ പ്രിഫറൻസ് ഈ ഒരു അവസരത്തിൽ, എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്. കാരണം എൻ്റെ സ്കിൻ ഒരു UV ലൈറ്റ് സെൻസിറ്റീവ് സ്കിന്നാണ്. പെട്ടെന്ന് ടാനാവും, പെട്ടെന്ന് കരുവാളിക്കും, പെട്ടെന്ന് അലർജി വന്നിട്ട് റാഷസ് വരും. അപ്പോൾ സൺസ്ക്രീൻസ് എനിക്ക് അത്രയ്ക്ക് അത്യാവശ്യമാണ്. എനിക്ക് ജീവിക്കാൻ പറ്റില്ല സൺസ്ക്രീൻസ് ഇല്ലാണ്ട്. അപ്പോൾ ഞാൻ അത്രയും സൺസ്ക്രീൻസിൻ്റെ പിറകെ സ്റ്റഡി ചെയ്തു, അത്രയും ട്രയൽ ആൻഡ് എറർ ചെയ്തിട്ടാണ് ഞാൻ ഈ 3 സൺസ്ക്രീൻസിനെ ഫൈനലി സെലക്ട് ചെയ്യുന്നത്. റിക്വൽ I won't suggest a lot because it's cost effective. Of all the chemical sunscreens, it is far better and it is cost effective. So that's what I want to share with you all guys. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. Thank you so much. Bye.